Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും അനലിറ്റിക്കൽ സ്കിൽസിന്റെ പാർട്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 o'clock വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾ? അപ്പോ 7 മണിയുടെയും അതുപോലെ തന്നെ 8 മണിയുടെയും ഇടയിൽ ഏതൊരു സമയത്താണ് ആ ഒരു ഹാൻഡ്സ്, അതായത് മിനിറ്റ് ഹാൻഡും അതുപോലെ തന്നെ അവർ ഹാൻഡും 90 ഡിഗ്രിയിൽ, അതായത് ഈ ഒരു രീതിയിൽ 90 ഡിഗ്രി ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വിചാരിക്കാൻ നമ്മളിവിടെ ടൈം പറഞ്ഞിട്ടുള്ളത് 7 മണിയുടെയും അതുപോലെ തന്നെ 8 മണിയുടെയും ഇടയിലാണ്. ദാറ്റ് മീൻസ് 7 സംതിങ് ആയിരിക്കും, 8 മണി ആയിട്ടും ഉണ്ടാവില്ല, 7 സംതിങ് ആയിരിക്കും നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ട്, അവർ ഹാൻഡിന്റെയും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് തീറ്റ ഇസ് ഈക്വൽ ടു 30h മൈനസ് 11/2 m. ഇവിടെ തീറ്റ എന്ന് സൂചിപ്പിക്കുന്നത് ആംഗിളിനെയാണ്. h എന്ന് പറയുന്നത് ഹവർ ആണ്, അതായത് എത്രാമത്തെ മണിക്കൂറാണ്. ഇപ്പൊ 7 സംതിങ് ആകുമ്പോൾ അവിടെ 7 മണി എന്ന് പറയുമ്പോൾ 7 ആണ് അവിടെ ഹവർ വരിക. അതുപോലെ തന്നെ മിനിറ്റ് എന്ന് പറയുമ്പോൾ 7:47 ആണെങ്കിൽ അവിടെ മിനിറ്റ് എന്താ വരിക, 47 ആണ് വരിക. അപ്പൊ മിനിറ്റ് ആണ് മെയിൻ ആയിട്ട് m സൂചിപ്പിക്കുന്നത്. ഒക്കെ ആണല്ലോ. അപ്പൊ 3 വേരിയബിൾസ് ആണ് മെയിൻ ആയിട്ട് ഇക്വേഷനിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 90 ഈസ് ഈക്വൽ ടു 30 into h ന്റെ വാല്യൂ നമ്മൾ കൊടുക്കാം. 7 മണിയുടെയും 8 മണിയുടെയും ഇടയിലാണ്, എന്നാൽ 8 മണിയിലേക്ക് എത്തിയിട്ടും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു സമയത്തായിരിക്കും തീർച്ചയായിട്ടും അത് നടക്കുക. അതായത് 7 സംതിങ് ആയിരിക്കൂലേ. അപ്പൊ നമ്മൾ h ന്റെ വാല്യൂ എന്തായി കൊടുക്കും, 7 ആക്കിയിട്ട് കൊടുക്കും. 7 മൈനസ് 11/2 m. ഓക്കെ, 90 ഈസ് ഈക്വൽ ടു ഇവിടെ 3 into 7 എന്ന് പറയുമ്പോൾ 21 ആണ്. അപ്പൊ 210 മൈനസ് 11/2 m. ഇപ്പൊ 11/2 m ഞാൻ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാണ്. അപ്പൊ അവിടെ എന്തായാലും പോസിറ്റീവ് ആവും, അവിടെ നെഗറ്റീവ് ആണ് ഉള്ളതിൽ ഓൾറെഡി പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ എന്ത് വരും, 210 മൈനസ് 90 വരും, ഈക്വൽ ടു ഇവിടെ ഓൾമോസ്റ്റ് 120 വരും. ഓക്കെ, 11/2 m is equal to 120. അങ്ങനെയാണെങ്കിൽ 11 m is equal to 240. m is equal to 240 divided by 11 എന്ന് വരും. 240 divided by 11 ആണ് മിനിറ്റ് വരിക. തീർച്ചയായിട്ടും ഹവർ 7 ആണ് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പൊ ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പാസ്റ്റ് 7 എന്ന് പറയുന്നത്, അതായത് 7 സംതിങ് ആയിരിക്കും ടൈം. അപ്പൊ അതിൽ നമുക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഇനി ജസ്റ്റ് നമുക്ക് 240 divided by 11 തുല്യമായിട്ടുള്ളത് ഏത് ടേം ആണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിരിക്കൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നോക്കാം, 240 divided by 11 ഈക്വൽ ടു ഇവിടെ എത്ര വരും, 2 വരും. 2 into 11 22 ആണ്. ബാക്കി 2 വന്നു. ജസ്റ്റ് ഒരു 0 കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇറക്കി എഴുതാം. ഇവിടെ 20 എത്ര 11 ഉണ്ട്, 1 ആണ്. 1 into 11 ആണ്. ബാക്കി റിമൈൻഡർ 9 വരും. ദാറ്റ് മീൻസ് 21 9/11 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആ രീതിയിൽ വരുന്നത് ഓപ്ഷൻ 4 ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഇവിടെ ഒരു മിസ്സിംഗ് നമ്പർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Identify the missing number in place in the following 3 sub matrices in which the numbers are arranged in a certain way. ഒരു സ്പെസിഫിക് രീതിയിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പറിന്റെ പകരമായിട്ട് ഇവിടെ ഏത് ടേം ആയിരിക്കും വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് നോക്കാം, ഇവിടെ 42 ഉണ്ട്, 6 ഉണ്ട്, 50 ഉണ്ട്, 3 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയോ 2ലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആണ്. ജസ്റ്റ് 42 divided by 6 ഈക്വൽ ടു 7 ആണ്. അതുപോലെ തന്നെ 15 divided by 3 ഈക്വൽ ടു 5 ആണ്. ഈ 7ൽ നിന്ന് 5 കുറച്ചതാണ് മിഡിലിൽ വരുന്ന ആ ഒരു 2 എന്ന് പറയുന്ന ടേം. അതേപോലെ തന്നെ നമുക്ക് സെയിം റിലേഷൻ ഇവിടെ ഉപയോഗിക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്ത് 42 divided by 6 ആണ്. ഇവിടെയാണെങ്കിൽ 36 divided by 9 ഈക്വൽ ടു 4 ആണ്. നെക്സ്റ്റ് 9 divided by 3 ഈക്വൽ ടു 3 തന്നെയാണ്. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. സെന്ററിൽ നോക്കാം, 1 തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സെയിം റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം. ജസ്റ്റ് നോക്കാം, 38 divided by 19 is equal to 2 ആണ്. നെക്സ്റ്റ് 20 divided by 10 എന്ന് പറയുമ്പോൾ അതും 2 ആണ്. 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 0 ആണ് ആൻസർ ആയിട്ട് വരിക. 0 ഓപ്ഷനിലുണ്ടോ, ഓപ്ഷൻ 1 തന്നെ 0 ആണ് വരുന്നത്. ആ രീതിയിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. വിച്ച് ഓഫ് ദീസ് കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ഫോളോസ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ എ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് the total runs made by a team were 500. For a test cricket match, our team എടുത്തിട്ടുള്ള total run ആണ് കൊടുത്തിട്ടുള്ളത് എത്രയാണ്?
500 ആണ്. ഔട്ട് ഓഫ് ദോസ് 380 റൺസ് മെയ്ഡ് ബൈ സ്പിന്നേഴ്സ്. ഈ 500 റണ്ണിൽ ഏകദേശം 350 റൺസും നേടിയിട്ടുള്ളത് ആരാന്ന് പറയുന്നത് സ്പിന്നേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് 60% ഓഫ് ദ ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ്. നോക്കുക, 500ൽ 350 റൺസ് സ്പിന്നർമാർ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഡസൻ മീൻ എന്താണ് ടീമിൽ 60% സ്പിന്നർമാരാണെന്ന് ഒരിക്കലും മീൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരൊറ്റ സ്പിന്നർ ഉള്ളെങ്കിൽ പോലും അയാൾക്ക് ഒരുപാട് റൺസ് എടുത്ത് ആ ഒരു രീതിയിൽ 350 റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഈ ഒരു കൺക്ലൂഷൻ എന്താണ് പക്ക റോങ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അവിടെ നമ്പർ ഓഫ് സ്പിന്നേഴ്സിനെ കുറിച്ച് യാതൊരുവിധ ഡാറ്റയോ അല്ലെങ്കിൽ ധാരണയോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ വരാണ്. ദ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വേർ സ്പിന്നേഴ്സ്. ഓക്കെ, ഇത്ര റൺസ് എടുത്തു, 500ൽ ഇത്ര റൺസ് സ്പിന്നർമാർ എടുത്തു എന്ന് കരുതി ഓപ്പണിംഗ് അവർ തന്നെ ആവണം നിർബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആ ഒരു കൺക്ലൂഷനും നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയൂല ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക neither one nor two follows എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ദ ഷേഡഡ് റീജിയൻ റെപ്രസെന്റ്സ് ഗിവൺ A, B, C circle represents lawyers, doctors and judges respectively. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ദ ഷെയ്ഡഡ് റീജിയൻ റെപ്രസെന്റ്, അതായത് ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജസ്റ്റ് നോക്കാം, ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജഡ്ജസ് ഉണ്ട്. ഇവർക്ക് മൂന്നും കൂടി കോമൺ വരുന്ന ഏരിയയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ആ ഷെയ്ഡഡ് റീജിയനിൽ വരുന്ന ആൾക്കാർ അവർ ലോയേഴ്സ് ആണ്, ഡോക്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ ജഡ്ജസ് കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിൽ റെഡി ആയിട്ട് വരാം judges who are lawyers as well as doctors എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ലോയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് മാത്രമാണ്. ഇപ്പൊ ജഡ്ജസിന് നമുക്ക് അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് അവിടെ ഉള്ളത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ബാക്കി രണ്ട് ഓപ്ഷൻസും, അതായത് സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ആ രീതിയിൽ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഫോർത്ത് ഓപ്ഷൻ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഓൺ എ സ്റ്റേജ് നീരജ്, പങ്കജ്, വിനയ് ആൻഡ് വിക്രം ആർ സ്റ്റാൻഡിങ് ഇൻ നോർത്ത് ഡയറക്ഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അപ്പോ ഒരു സ്റ്റേജിന്റെ നോർത്ത് വശത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ നിൽക്കുന്നത് എന്ന് വിചാരിച്ചോ. പറയുന്ന കാര്യം നോക്കാം. നീരജ് ഈസ് സൗത്ത് ഓഫ് വിനയ്. ഇപ്പൊ നീരജ് ഉണ്ട്, നീരജ് വിനയിന്റെ സൗത്തിലാണ് പറയുന്നത്. ഇപ്പൊ വിനയ് ഇവിടെ ഉണ്ട്, വിനയിന്റെ സൗത്തിലാണ് നീരജ്. ഓക്കെ, നെക്സ്റ്റ് സുമൻ ഈസ് സൗത്ത് ഓഫ് നീരജ്. നീരജിന്റെ സൗത്തിലായിട്ടാണ് ആരുള്ളത്? സുമൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പങ്കജ് ഈസ് വെസ്റ്റ് ഓഫ് വിനയ്. വിനയിന്റെ വെസ്റ്റിലായിട്ടാണ് ആരുള്ളത്? പങ്കജ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വിക്രം ഈസ് നോർത്ത് ഓഫ് സുമൻ. അപ്പൊ സുമന്റെ നോർത്തിലായിട്ട് ഒന്നിക്ക് ഇവിടെ തന്നെ ആവാം. ഓക്കെ, ആരുള്ളത്? വിക്രം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ എക്സ്ട്രീം വെസ്റ്റ്? എക്സ്ട്രീം വെസ്റ്റിൽ ആരുള്ളത്? തീർച്ചയായിട്ടും പങ്കജ് ആണുള്ളത്. ഓപ്ഷൻ 2 പങ്കജ് ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഈസ് റിട്ടൺ ആസ് SVZG. നോക്കാം, ഹീറ്റ് is written as SVZG. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി കോഡ് ഓഫ് വൈൽഡ്? വൈൽഡ് എന്നുള്ളതിന്റെ കോഡ് എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹീറ്റ് എന്നുള്ളതിന്റെ കോഡ് എങ്ങനെ SVZG എന്ന് വന്നത്? ഇവിടെ എച്ചിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ്. ഓപ്പോസിറ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് 8ാമത്തെ ലെറ്റർ ആണ്. എസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? 8ാമത്തെ ലെറ്റർ ആണ്. ആ രീതിയിലാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് വരുന്നത്. ഇവിടെ ഇന്റെ ഓപ്പോസിറ്റ് ആണ് വി എന്ന് പറയുന്നത്. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 5th ലെറ്റർ ആണ്, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 5th ലെറ്റർ ആണ് വി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ ഫസ്റ്റ് ലെറ്റർ ആണ്, ഇസെഡ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ആണ്. ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓരോന്നിന്റെയും ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് അതിന്റെ കോഡായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് എത്രാമത്തെ ലെറ്റർ? 4ാമത്തെ ലെറ്റർ ആണ് അല്ലെ. ZYXW 4ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് 4ാമത്തെ ലെറ്റർ ഏതാണ്? D ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഡിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? W വരും. അപ്പൊ ഡിയിൽ തുടങ്ങി Wയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, ഈ ഒരു ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. ഇനി ഐന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാ? ഐന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ I 9ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ഒരു ലെറ്റർ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ അതിന്റെ ഓപ്പോസിറ്റിന്റെ ന്യൂമറിക്കൽ വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 27 കിട്ടണം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് നോക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ബാക്കിലോട്ട് എണ്ണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9ലോട്ട് ഏത് കൂട്ടിയാലാണ് 27 എത്തുക? 18 ആണ്. 18th ലെറ്റർ എന്ന് പറയുമ്പോൾ R ആണ്. അപ്പൊ DR ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് എ ഫിഗർ ഫ്രം ദി 4 alternatives which when placed in the blank space of problem figure would complete the pattern. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ആ ഒരു, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ കൊടുത്താലാണ് ആ ഒരു ഫിഗർ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം ഒഴിവാക്കാം. കാരണം ഈ ഒരു താഴെ ലൈനുമേ ഒരു ഓപ്ഷനും അല്ലെങ്കിൽ ആ ഒരു ഫിഗറിൽ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇതെന്തായാലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ 2 ലൈൻസ് ആണ് എന്തായാലും നമുക്ക് ഓപ്ഷനിൽ വരാം. ഇനി നമുക്ക് എയും ബി ആണ് ബാക്കിയുള്ളത്. അപ്പൊ എയിലും ബിയിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതും നമ്മൾ നോക്കുന്ന സമയത്ത്
ഏറ്റവും എക്സ്ട്രീം അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഭാഗത്താണ് തീർച്ചയായിട്ടും ചെറിയ വര വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം രണ്ട് ഓപ്ഷനിലും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കാം, ഈ ഒരു സെന്ററിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു എഡ്ജിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈന് ഈ ഒരു ചെറുതാണോ അതുപോലെ തന്നെ ഈ ഒരു വലുതാണോ എന്നുള്ളത് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഹൈറ്റ് കുറഞ്ഞതാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, അത് സെന്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വലുതാണ്, അതായത് ഇവിടെ നമ്മൾ ലെങ്ത്തിൽ കൂടുതലുള്ളതാണ് തീർച്ചയായിട്ടും സെന്ററിൽ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഓപ്ഷൻ വെട്ടിക്കളയാം. ഓപ്ഷൻ എ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞതാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെന്ററിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഇതല്ല തീർച്ചയായിട്ടും ഹൈറ്റ് കൂടിയത്, അത് ഒരിക്കലും സെന്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ പ്രോബ്ലം ഫിഗർ നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഓൺ വിച്ച് ഡേ അജയ് വെന്റ് ടു ഡൽഹി ഇഫ് വീക്ക് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ? ഏത് ദിവസമാണ് അജയ് ഡൽഹിയിലോട്ട് പുറപ്പെട്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? ഒരു ഡാറ്റ സഫിഷ്യൻസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് എനിക്ക് ആൻസർ പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അജയ് ടുക്ക് ലീവ് ഓൺ വെനസ്ഡേ. വെനസ്ഡേ എന്ത് ചെയ്തിട്ടുണ്ട്, അജയ് ലീവ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അജയ് വെനസ്ഡേ ലീവ് എടുത്തു എന്ന് വിചാരിച്ച് അന്ന് പോകണം നിർബന്ധമൊന്നുമില്ല. ഇന്ന് പോയി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കുന്ന യാതൊരുവിധ കാര്യവും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് അജയ് ഏത് ദിവസമാണ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. നെക്സ്റ്റ്, സുരേഷ് went to Delhi the next day of the day his mother came to his house. സുരേഷിന്റെ വീട്ടിലേക്ക് അമ്മ വന്നതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്തു, സുരേഷ് ഡൽഹിയിലോട്ട് പുറപ്പെട്ടു. നമുക്ക് സുരേഷിന്റെ ഡൽഹിയിലോട്ട് പുറപ്പെട്ട ദിവസം കിട്ടിയിട്ട് യാതൊരുവിധ കാര്യമില്ല, കാരണം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അജയിനെ കുറിച്ചാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ്, സുരേഷ് മദർ കം ടു ഹിസ് ഹൗസ് നൈദർ ഓൺ മൺഡേ നോർ ഫ്രൈഡേ. ഓക്കെ, അപ്പൊ സുരേഷിന്റെ അമ്മ അവന്റെ വീട്ടിലേക്ക് വന്നത് മൺഡേയും അല്ല അതുപോലെ തന്നെ ഫ്രൈഡേയും അല്ല എന്നാണ് പറയുന്നത്. അവിടെയും നമുക്ക് അജയിനെ കുറിച്ച് യാതൊരുവിധ ഡാറ്റയും തരുന്നില്ല. ഇനി മൂന്നും കമ്പൈൻ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു അജയ് ഏത് ദിവസമാണ്, അതായത് മൂന്ന് സ്റ്റേറ്റ്മെന്റിലെയും ഡാറ്റ ഞാൻ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. എന്നിരുന്നാൽ പോലും അജയ് ഇന്ന ദിവസമാണെന്ന് പോയി എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടോ, തീർച്ചയായിട്ടും അവിടെ കൊടുക്കുന്നില്ല. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈവൻ 1, 2 and 3 ടുഗദർ ആർ നോട്ട് സഫീഷ്യന്റ് എന്നുള്ള ഒരു ഓപ്ഷന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഐ വിൽ വർക്ക് ഹാർഡ് ഈസ് റിട്ടൺ ആസ് സിൽ നിൽ മ യോ. ഓക്കെ, നെക്സ്റ്റ്, ഹാർഡ് വർക്ക് പേസ് റിട്ടൺ ആസ് നിൽ ഗ യോ. നെക്സ്റ്റ്, ഐ വർക്ക് സ്മാർട്ട്ലി ഈസ് റിട്ടൺ ആസ് PO നിൽ MA. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോഡ് വേർഡ് ഫോർ ഹാർഡ് എന്നുള്ളതാണ്. അപ്പൊ ഹാർഡ് എന്നുള്ളതിന്റെ കോഡ് വേർഡ് ഒന്നിക്കൽ നിൽ ആയിരിക്കാം, അല്ലെങ്കിൽ GA ആയിരിക്കാം, അല്ലെങ്കിൽ യോ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് യോ ആയിരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിൽ ആയിരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. PO ആയിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് PO ആയിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. MA ആയിരിക്കാനുള്ള ഓപ്ഷനും തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ വർക്ക് എന്നുള്ളതിന്റെ വേർഡ് എന്തായിരിക്കും? വർക്ക് മൂന്നിലും കോമൺ ആണ്. മൂന്നിലും കോമൺ ആയിട്ട് നില്ല് വരുന്നുണ്ട് അല്ലെ, നില്ല് മൂന്നിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നില്ലും നമ്മുടെ ആൻസർ ആവില്ല, ബാക്കി നമ്മുടെ ആൻസർ ആയിട്ട് വരാം യോ എന്നുള്ളതായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് നമ്പർ സീരീസ്. താഴെ തന്നിരിക്കുന്ന നമ്പർ സീരീസ് കംപ്ലീറ്റ് ചെയ്യാം. 1, 8, 27, 64, 125, 216. അപ്പോ വളരെ ഈസി ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്, 6 ക്യൂബ്, നെക്സ്റ്റ് 7 ക്യൂബ് വരും. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ 3, 4, 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കിയുള്ള സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.